സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇന്ന് എൻ്റെ അതിഥി, ആക്ടർ ഡോക്ടർ ബാഷിദ് ബഷീർ. വെൽക്കം ടു സ്കൈലാബ് വീഡിയോസ്. എൻ്റെ അകത്തുള്ള സിനിമാമോഹി, അഭിനയമോഹി, അയാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ സിനിമയുടെ പുറകെ പോകുന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല, ഞാൻ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അഭിനയിച്ചു. സിനിമാ കഥയോദണ പോലെ ഞാനൊരു പുൽപ്പായും മാത്രമേ ഉള്ളൂ കുറച്ച് കാലം അവിടെ. ഞാൻ ആദ്യമായിട്ട് ആ ഫ്ലാറ്റിൽ ചുമരിൽ ഒട്ടിച്ചത് ഈ സ്റ്റിക്കറാണ്. ഒരു ക്ലാപ്പ് ബോർഡിൻ്റെ ഒരു വലിയ ചിത്രം. അതിൻ്റെ കൂടെ വെൻ യു തിങ്ക് ഓഫ് ക്വിറ്റിംഗ്, തിങ്ക് അബൌട്ട് വൈ യു സ്റ്റാർട്ടഡ്. സിനിമ ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. സിനിമ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് കൊണ്ടാണ് ഞാൻ ജോലിയും കളഞ്ഞ് സിനിമയ്ക്ക് വേണ്ടി നടക്കുന്നത്. ബെറ്റർ ദാൻ ദി പ്രീവിയസ് വൺ. അത് ഞാൻ ഇപ്പോഴും ഒന്നും എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന ഒരു സാധനമാണ്. നീഡ് ടു ഡു സംതിങ് ബെറ്റർ ദാൻ ദി പ്രീവിയസ്. ശരിക്കും പറയുകയാണെങ്കിൽ സിനിമയിലുള്ളതിനേക്കാളും ഫെയിം എനിക്ക് സോഷ്യൽ മീഡിയയിലാണ്. പീപ്പിൾ നോസ് മീ ആക്ടർ ഡോക്ടർ ആയിട്ടാണ് കൂടുതൽ ആൾക്കാർ. ഇപ്പോൾ കുറെ ആൾക്കാർ ആനന്ദ് ശ്രീബാലയിലുള്ള വില്ലനല്ലേ, മാർക്കോയിലുള്ള ആളല്ലേ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഭയങ്കര ഹാപ്പിയാണ് ഞാനത്. ആക്ച്വലി എനിക്ക് അതാണ് വേണ്ടത്. ഒരു സുപ്രഭാതത്തിൽ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നു, തിയേറ്ററിൽ പോയെന്ന് കാണുന്നു, തിരിച്ചിറങ്ങി വന്നിട്ട് ഞാൻ നിങ്ങളൊക്കെ കൊല്ലട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നില്ല. രാഷ്ട്രീയത്തിൽ വെട്ടിക്കൊന്നവനെ പൂമാലിട്ട് സ്വീകരിക്കുന്നതും ഇവിടുത്തെ സൊസൈറ്റി കാണുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ സിനിമ മാത്രമല്ല, സിനിമകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഡെഫിനറ്റ്ലി യെസ്. പക്ഷെ സിനിമകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ടാണോ ഇവിടെ ഇങ്ങനെ ഉണ്ടാവുന്നത്? ഡെഫിനറ്റ്ലി അല്ല. അതാണ് എൻ്റെ തോന്നുന്നത്. ഏതൊരു കുട്ടിയും അഡൾട്ടായി ചിന്തിക്കുന്നു, അഡൾട്ടായി പെരുമാറുന്നു, ഇല്ലെങ്കിൽ അതിൽ ഒരുപാട് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തും മാതാപിതാക്കളുടെ അടുത്തും തെറ്റുകളുണ്ട്. ഞാനിതിപ്പോൾ പറയുന്ന റെക്കോർഡ് ഫുട്ടേജ് ചിലപ്പോൾ ഒരു 3 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ യു കൻ യൂസ് ഇറ്റ്. What is a movie you can watch over and over without getting bored? ചന്ദ്രലേഖ. എന്താ കാര്യം അറിയോ? ചന്ദ്രലേഖ സിനിമ ശരിക്കും ലാലേട്ടൻ്റെ ആക്ടിങ് ബുക്കാണ്. സത്യം. എങ്ങനെയെങ്കിലും ഇതും കൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചപ്പോൾ നിന്റെ മുടിഞ്ഞ മാമ ഒലക്കയുടെ മൂട് അന്വേഷിച്ചുകൊണ്ട് കുറെ പോലീസുകാരായിട്ട് അവിടെ കിടന്ന് കറങ്ങുന്നു. ഇനി അയാളുടെ കണ്ണിൽപ്പെട്ടിട്ട് പുലിവാലാക്കണ്ടെന്ന് കരുതി നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഈ പെട്ടി കെട്ടി പിടിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കാം. എടാ, ഞാൻ ഒരു സിനിമ എന്തെങ്കിലും എഴുതി ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് വാരണായിരം പോലും ഒരു ലവ് സ്റ്റോറി ചെയ്യണം. ഏതെങ്കിലും ഒരു പാർട്ടിൻ്റെ കൊടി പിടിച്ച് സിന്ദാബാദ് വിളിക്കുന്നതോ, ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി കല്ലുകൊള്ളുന്നതോ, കല്ലേറ് കൊള്ളുന്നതോ, കല്ലെറിയാൻ പോകുന്നതോ അല്ല രാഷ്ട്രീയം. അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സിനിമയിലൊന്നും ചെയ്യാറില്ല. കാരണം ഐ ബിലീവ് ഇൻ ഹാർഡ് വർക്ക്. നിനക്ക് വേണ്ടി ഇതിന് മാത്രം, അതും ഫുള്ള് പെമ്പിള്ളായിരുന്നു. അതെന്താണ് എൻ്റെ കുട്ടൻസ് എന്ന് അറിയാനാണ് തന്നെ ഞാൻ വിളിച്ചത്. ഏതെങ്കിലുമൊക്കെ ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്ത് സംസാരിച്ച് അവർ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന ഡയറക്ടർ നോക്കാം, അതൊക്കെ ഉണ്ട്. അപ്പം അതിൽ ഓരോന്നോരോന്ന് ഇങ്ങനെ ഇല്ലാതാവുമ്പോൾ ആ ഒരു വീക്കെൻഡ് ഭയങ്കര ഡൗൺ ആയിരുന്നു ശരിക്കും. എടാ, നിൻ്റെ ഒരു 3 വീഡിയോ എങ്കിലും എൻ്റെ ഗാലറിയിൽ ഇപ്പം ഉണ്ടാവും. ലോക്ക്ഡൗൺ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ റിഫ്രഷ്മെന്റ് തന്ന വീഡിയോസ് നിൻ്റെതാണ്. ഇപ്പോൾ ബാഷിദിന്റെ സിനിമയെ പറ്റി പറയുമ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ബാഷിദിന്റെ ആടുജീവിതം. എൻ്റെ ഉള്ളിലുള്ള ഡയറക്ടറിനെ പുറത്തേക്ക് കാണിക്കാനുള്ള ഒരു വലിയ മീഡിയമാണ്. വാട്ട് ഈസ് കറക്റ്റ് ഫോർ യു മേ നോട്ട് ബി കറക്റ്റ് ഫോർ മീ. സോ ഐ സ്ട്രോങ്ലി ഡിസഗ്രി ജനറലൈസിങ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. അത് ആഷിഖ് ബ്രോ അതിൻ്റെ ഓപ്പോസിറ്റ് സാധനം അഡ്രസ്സ് ചെയ്തോ ഗ്ലോറിഫൈ ചെയ്തോ പറയുമ്പോൾ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് ഞാൻ പറയാൻ പാടില്ല. പൊളിറ്റിക്കലി ഇൻകറക്റ്റായ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. ചിലരുടെ വിഷന് എതിരായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, അവരുടെ പെർസ്പെക്റ്റീവിനെതിരായ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അതൊന്നും പിൻവലിച്ചില്ല. കാരണം ഞാനതിൽ പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായ ബോധം എനിക്കുണ്ട്. ഒരു പെർട്ടിക്കുലർ സംഭവം സംസാരിച്ചാൽ അത് വേറൊരാളെ പെർസ്പെക്റ്റീവിൽ തെറ്റാണെങ്കിൽ അവരെൻ്റെ അടപടലമാണ് നശിപ്പിക്കുന്നത്. ആർജവത്തോടുകൂടി സോഷ്യൽ കാര്യങ്ങളിൽ പ്രതികരിക്കുന്ന ഒരു ഭാഷ ഇതുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ദിവസങ്ങളായി അമേരിക്കൻ എഴുത്തുകാരൻ മാർക്ക് ട്വെയിൻ പറയുന്നത് 2 ദിവസങ്ങളാണ്. അതിലൊന്ന് അയാൾ ജനിച്ച ദിവസവും 2 അയാൾ എന്തിന് ജനിച്ചു എന്ന് അയാൾ മനസ്സിലാക്കുന്ന ദിവസവുമാണ്. അങ്ങനെ തൻ്റെ ജന്മനിയോഗം മനസ്സിലാക്കിയ സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇന്ന് എൻ്റെ അതിഥി, ആക്ടർ ഡോക്ടർ ബാഷിദ് ബഷീർ. വെൽക്കം ടു സ്കൈലാബ് വീഡിയോസ്. താങ്ക് യു സോ മച്ച്. എനിക്ക് ആദ്യമായിട്ട് ശരിക്കും ചോദിക്കാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ വയനാട്ടിലെ സാക്രഡ് ഹെഡ് സ്കൂളിലെ ആ ഒരു +2കാരൻ്റെ ഉള്ളിൽ എന്ന് മുതലാണ് ഒരു ആക്ടർ ജനിച്ചു തുടങ്ങിയത്? അല്ലെങ്കിൽ എന്നാണ് ബാഷിദിന്റെ ഹൃദയം ബാഷിദിനോട് യു വാണ്ട് ടു ബിക്കം ആൻ ആക്ടർ എന്ന് പറഞ്ഞു തുടങ്ങിയത്? സീക്രട്ട് ഹാർട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ മറ്റേ ഇമോഷൻസ് ഉള്ളിൽ ഭയങ്കരമായിട്ട് വന്നു. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ പരിപാടി തന്നെ. സീക്രട്ട് ഹാർട്ട് 8 മുതൽ 12 വരെ ആയിരുന്നു. അതിന് മുന്നേ നെല്ലൂർ നാട് GP സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലായിരുന്നു. അവിടെ നിന്നൊക്കെ ഈ പറഞ്ഞ പോലെ സ്കൂൾ യുവജനോത്സവം പരിപാടികളിലൊക്കെ മിമിക്രി, മോണാക്ട്, ലളിതഗാനം, മാപ്പിളപ്പാട്ട്, ഇങ്ങനെ ഈ പരിപാടികൾ തന്നെയായിരുന്നു. ബേസിക്കലി സ്പോർട്സിലൊന്നും അങ്ങനെ ഇൻവോൾവ് അല്ലായിരുന്നു ആദ്യം. അപ്പം അങ്ങനെ തന്നെയാണ് ഈ ഒരു പരിപാടി ഉള്ളിൽ വന്നത്. ആക്ടർ ആവണം എന്നുള്ള സംഭവം നാടകങ്ങളിലൊക്കെ അഭിനയിക്കുമായിരുന്നു അപ്പം. പിന്നെ പക്ഷേ ഈ പ്രോപ്പർലി ആക്ടർ ആവണം എന്നുള്ള സംഭവം വന്നത് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് നമ്മൾ ഈ ഡബ് സ്മാഷും ഈ ആപ്ലിക്കേഷൻസ് വന്നതിന് ശേഷം. അപ്പം അത് ഒരു സമയത്ത് സ്കൂളിങ് കഴിഞ്ഞ് ബാംഗ്ലൂർ മെഡിസിൻ പഠിക്കാൻ വേണ്ടി പോയപ്പോൾ ഇതൊക്കെ പരിപാടിയൊക്കെ വിട്ടു, ഈ മിമിക്രി മോണാക്ട് പരിപാടികളൊക്കെ വിട്ടു. അപ്പോൾ പിന്നെ അവിടുന്ന് ഈ ആപ്ലിക്കേഷൻസ് വന്നപ്പോഴാണ് വീണ്ടും
ഈ ഒരു സാധനം വീണ്ടും പൊടി തട്ടി എടുക്കണത്. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം. കാരണം ഈ ആളുകൾ ഇങ്ങനെ കമന്റ് ഇട്ടിട്ട് ലൈക്ക് നിങ്ങൾ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ ആ ഒരു സാധനം ഉണ്ടല്ലോ, ഞാൻ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലേ, അതങ്ങനെ പതുക്കെ പതുക്കെ ഗ്രാജുവലി ഇവോൾവ് ആയി വന്നിട്ടാണ് ആ ഒരു പ്രോസസ്സിലേക്ക് എത്തിപ്പെട്ടത്. ഓക്കെ. അപ്പോൾ അഭിനയം എന്ന് ഒരു താല്പര്യമുള്ളപ്പോൾ തന്നെ കൂടെ പറഞ്ഞ കുറേ കലകളുണ്ടല്ലോ, മാപ്പിളപ്പാട്ടായാലും ശരി, കുറേ കലകൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ഇതിലൊക്കെ പെടാത്ത ഈ അഭിനയം എന്നത് തന്നെ ഇപ്പോൾ നാടകമുണ്ട്, അതുപോലെ തന്നെ മിനിയേച്ചേഴ്സ്, അങ്ങനെ കുറേ പാട്ട് സിനിമ അല്ലാതെ അഭിനയത്തിലുണ്ട്. ദെൻ വൈ സിനിമ? അതേ പറഞ്ഞത് ഈ ഒരു പ്രോസസ് ഓഫ് ഇവോൾവിങ് സംഭവിച്ചല്ലോ. ഈ ഡബ് സ്മാഷ് ആപ്പിൽ ഇങ്ങനെ പരിപാടി ചെയ്തു തുടങ്ങി. അപ്പോൾ അവിടെ ഒന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണില്ല. നീഡ് ടു ഡു സംതിങ് ബിഗ് 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 ആ കൈൻഡ് ഓഫ് തോട്ട്സ് ആണ് അന്ന് മുതലേ. അപ്പോൾ അങ്ങനെയാണ് ആദ്യം ലിപ്സിങ്ക് വീഡിയോസ് ആയിരുന്നു ആദ്യം ഞാൻ ചെയ്തത്. ഡബ് സ്മാഷിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ അതേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ ഒരു ട്രിൽ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ടായിരുന്നു അന്ന്, ഈ ടിക്ടോക്ക് വരുന്നതിന് തൊട്ട് മുന്നേ. അവിടെ മാത്രമേ നമുക്ക് ഈ ഓൺ വോയിസിൽ ചെയ്യാൻ പറ്റുന്ന പോസിബിലിറ്റി ഉള്ളത്. മ്യൂസിക്കലിയിലായാലും ഡബ് സ്മാഷ് ആയിരുന്നു, മീൻസ് ലിപ്സിങ്ക് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ട്രിൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കണ്ടുപിടിച്ച് ഇങ്ങനെ സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം. ഐ ഡോണ്ട് വോണ്ട് ടു ഇമിറ്റേറ്റ്, മിമിക്കിങ് സാധനം അതെങ്ങനെ വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അങ്ങനെയാണ് ഈ ആപ്പ് കണ്ടുപിടിച്ച് സ്വന്തമായി ചെയ്തു തുടങ്ങി. പിന്നെ ടിക്ടോക്ക് വന്നപ്പോൾ പിന്നെ ഞാൻ പതുക്കെ സ്വന്തം ക്രിയേഷൻ. അതും ഈ പറഞ്ഞ പ്രോസസ് ഓഫ് ഇവോൾവിങ്ങിലാണ്. നീഡ് ടു ഡു സംതിങ് ബെറ്റർ ദാൻ ദി പ്രീവിയസ് വൺ. അത് ഞാൻ ഇപ്പോഴും ഒന്നും എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന ഒരു സാധനമാണ്. നീഡ് ടു ഡു സംതിങ് ബെറ്റർ ദാൻ ദി പ്രീവിയസ്. അപ്പം അതെൻ്റെ കണ്ടന്റുകളിലായാലും ഞാൻ ചെയ്യുന്ന ആഡ്സിലായാലും എന്തിലായാലും പെർഫോമൻസ് ആയാലും തൊട്ട് മുന്നേ ചെയ്തതാണ് എൻ്റെ കോമ്പറ്റീറ്റർ, അല്ലാതെ വേറെ ആരുമല്ല. ഞാൻ മുന്നിലുള്ള വേറെ ആരെയും കോമ്പറ്റീറ്ററായി കാണാറില്ല, അവരുമായിട്ടൊരു കോമ്പറ്റീറ്റീവ് മെൻറ്റാലിറ്റി വെക്കാറില്ല. ഞാൻ എന്നെ തന്നെയാണ് കോമ്പറ്റീറ്ററായിട്ട് കാണുന്നത്. എൻ്റെ പ്രീവിയസ് വർക്ക്, പ്രീവിയസ് പെർഫോമൻസ്, പ്രീവിയസ് റൈറ്റിംഗ്, അതിനേക്കാൾ ബെറ്റർ ആവണം എൻ്റെ അടുത്തത് എന്നാണ് എപ്പോഴും വിചാരിക്കുന്നത്. അങ്ങനെയാണ് ബെറ്റർ പ്ലേസ് ഫോർ മീ വിൽ ബി സിനിമ. കാരണം അതൊരു വലിയ കടലല്ലേ, അവിടെ നമുക്ക് ഒരുപാട് മീൻസ് അവിടെ എനിക്ക് മടുക്കാൻ കുറേ സമയം എടുക്കും. ഇത് ഓരോന്ന് പെട്ടെന്ന് മടുത്തു പോയാൽ സിനിമ മടുക്കാൻ കുറേ സമയം എടുക്കും. കാരണം ഒരുപാട് മേഖലകളുണ്ട്, ഒരുപാട് ഒരു സിനിമ ചെയ്ത് മടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടനും മമ്മൂക്കിയൊന്നും ഇത്ര സിനിമകൾ ചെയ്തിട്ട് അവർക്ക് മടുത്തിട്ടില്ല. അപ്പം ബെറ്റർ പ്ലേസ് വിൽ ബി സിനിമ എന്ന് തോന്നിയത്. പിന്നെ ഈ പറഞ്ഞ പോലെ കമൻസ് ആണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഈ ഒരു ധൈര്യം തരുന്നതും ആ സിനിമയാണ് നമ്മളെ പ്ലേസ് എന്ന് കാണിച്ചു തരുന്നത്. ഓക്കെ. അപ്പോൾ സിനിമയാണ് പ്ലേസ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷവും രണ്ട് തരം ആളുകളെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതായത് ഒന്ന്, ഒരു പർട്ടിക്കുലർ പണം അവർക്ക് വലിയൊരു ഫാക്ടറാണ്. കാരണം സിനിമ എന്ന് പറയുന്നൊരു വസ്റ്റായ വൈഡായ മേഖലയാണ്. അപ്പോൾ അവിടെ മുഖം കാണിക്കുമ്പോൾ തന്നെ അവൻ്റെ ബ്രാൻഡ് വാല്യൂ മാറുന്നു, പേഴ്സണൽ ബ്രാൻഡിങ്ങിന് അവന് ഉപകാരപ്പെടുന്നു, അവനൊരു വലിയ ബ്രാൻഡായി മാറുന്നു. സോ അവിടെ പണം ഒരു ഫാക്ടറാണ്. ദി സെക്കൻഡ് തിങ് ഇസ് ഫെയിമാണ്. ആളുകൾ അറിയുക എന്നുള്ളത് എല്ലാ മനുഷ്യർക്കും സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടുമല്ലാത്ത എന്ത് കാര്യമാണ് ശരിക്കും സിനിമയിലേക്ക് ബാഷിനെ അപ്രോച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യുന്നത്? നല്ല ചോദ്യമാണ്. ബേസിക്കലി ഇത് രണ്ടും അല്ല ആക്ച്വലി അട്രാക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോൾ ഇത്രയും 4 സിനിമ ചെയ്തിരിക്കുമ്പോഴും ഞാൻ പൈസ വാങ്ങിയിട്ടല്ല ഒരു സിനിമയും ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അതിന് സിനിമയിൽ അഭിനയിച്ചാൽ പൈസ കിട്ടുക എന്നുള്ളൊരു ഫേസിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഞാൻ എത്തിയിട്ടില്ല. സോ പൈസ അല്ല ഓഫ് കോഴ്സ്. കാരണം ഞാൻ ഡോക്ടറായി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, സാലറി വിഡ്രോ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഒരിക്കലും സിനിമയിലെത്തുക അതിന് പൈസ കിട്ടുക എന്നുള്ളൊരു ചിന്ത എനിക്ക് ഉണ്ടായിട്ടില്ല. രണ്ടാമത് ഫെയിം എന്ന് പറഞ്ഞ സാധനം ഞാൻ ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ സിനിമയിലുള്ളതിനേക്കാളും ഫെയിം എനിക്ക് സോഷ്യൽ മീഡിയയിലുണ്ട്. പീപ്പിൾ നോസ് മീ ആക്ടർ ഡോക്ടറായിട്ടാണ് കൂടുതൽ ആൾക്കാർ. ഇപ്പോൾ കുറേ ആളുകൾ ആനന്ദ് ശ്രീബാലയിലുള്ള വില്ലനല്ലേ, മാർക്കോയിലുള്ള ആളല്ലേ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഭയങ്കര ഹാപ്പിയാണ് ഞാനത്. ആക്ച്വലി എനിക്ക് അതാണ് വേണ്ടത്. പക്ഷേ ഞാൻ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് പറയാണ്, ഫെയിം എന്ന് പറയുന്ന സംഭവം ശരിക്കും സിനിമയിൽ വരുന്നതിന് മുന്നേ ഒരു ഫെയിം അവിടെ ഉണ്ട്. അപ്പം ബേസിക്കലി മണിയോ ഫെയിമോ അല്ല എന്നെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്, ആ ക്രൈവാണ്. എനിക്കത് നീഡ് ടു ആക്ട്, എനിക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യണം, ഇല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റൂല എന്ന് എനിക്ക് തോന്നുന്ന സാധനങ്ങളൊന്നും ചെയ്ത് കാണിക്കണം. സിനിമ ഇപ്പം ഈ പറഞ്ഞ പോലെ സിനിമ എന്ന് പറയുന്നത് വലിയൊരു കടലാണല്ലോ. അപ്പോൾ അതിൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു ത്വര, ആ ഒരു ക്രൈവ് തന്നെയാണ്. അല്ലാതെ ഈ പൈസ എന്നുള്ള സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാനിത് രണ്ടും ഓൾറെഡി എനിക്ക് ഉണ്ടായിരുന്നു. ഇത് രണ്ടും ഉള്ളൊരു ഫേസിലാണ് ഞാൻ അതൊക്കെ വിട്ടിട്ട് സിനിമയിലേക്ക് പോകണത്. അതെ. അപ്പോൾ അത് ഒരിക്കലും ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇനി അടുത്തൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് ഒരു പൈസ കിട്ടുന്നു, ഇല്ലെങ്കിൽ ഈ ഫെയിം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ ഒരു ഡയറക്ടറോട് ചാൻസ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എനിക്കൊരു അവസരം തന്നാൽ മതി, ഞാൻ അഭിനയിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ വീട്ടിൻ്റെ അകത്ത് ഒതുങ്ങിയിരുന്നോളാം, ഞാൻ പുറത്തല്ലാണ്ട് ഞാൻ ആ സിനിമ നടൻ എന്ന് പറഞ്ഞാൽ കാണിക്കണില്ല, എനിക്ക് ആ സിനിമയിലൊന്ന് അഭിനയിച്ചാൽ മതി. കാരണം ഇത് നമ്മൾ അഭിനയിക്കുന്നു, നമ്മളത് കാണുന്നു, അതിനേക്കാൾ വലിയൊരു സാറ്റിസ്ഫാക്ഷൻ വേറൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഭാഷിതിന്റെ ആത്മാവിനെ ഉറപ്പായിട്ടും എൻ്റെ അകത്തുള്ള സിനിമാമോഹി, അഭിനയമോഹി, അയാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ സിനിമയുടെ പുറകെ പോകുന്നത്.
ഓക്കെ, അപ്പോഴും സിനിമയുടെ പുറകെ പോകുന്നു എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഒരുപാട് റിജക്ഷൻസ് നേരിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പാഷനേറ്റ് ആയ ഓരോ മനുഷ്യരെ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും അവരവരുടെ ഡെസ്റ്റിനിയിലേക്ക് എത്താൻ അവർ ചവിട്ടി കയറിയ കല്ലും മുള്ളും നിറഞ്ഞ വഴികൾ ഒരുപാട് ഉണ്ടാവും. ഒരുപാട് ആളുകൾ ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഒരുപാട് ആളുകളുടെ മുമ്പിൽ നമ്മൾ ഇതിന് നിർത്തിയേക്കാം എന്ന് വരെ തോന്നുന്ന സമയത്തും നമ്മളെ ഉറങ്ങാൻ വിടാതെ ആ സ്വപ്നത്തിലേക്ക് നമ്മളെ നയിച്ച ഒരു ഫ്യൂവൽ ഉണ്ടാവും. എപ്പോഴും ഈ പറഞ്ഞ പാഷൻ അപ്പുറത്തേക്ക് ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്ക് കിട്ടിയ റിജക്ഷൻ നാളെ എനിക്ക് എഴുന്നേറ്റ് പോയി ചാൻസ് ചോദിക്കാനുള്ള ഒരു പ്രചോദനം ആകുന്നത് എങ്ങനെയാണ്? ഒരു ഫ്യൂവൽ എങ്ങനെയാണ് ശരിക്കും? ഫ്യൂവൽ ഈ പറഞ്ഞ ക്രൈവ് തന്നെയാണ് ഫ്യൂവൽ. നമ്മളിപ്പോൾ ഒരു സംഭവം ചെയ്യണം എന്ന് നമുക്ക് ആത്മാർത്ഥമായൊരു തോട്ട് നമ്മളെ മൈൻഡിൽ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഫ്യൂവൽ വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ലൈക്ക് ആ തോട്ട് സ്ട്രോങ് ആണെങ്കിൽ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് ദ ഫ്യൂവൽ. പിന്നെ ഈ പറഞ്ഞ പോലെ റിജക്ഷൻസ്, ബേസിക്കലി സ്പീക്കിംഗ് ഒരുപാട് റിജക്ഷൻസ് ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. കാരണം ഞാൻ ഒന്നാമത് ഈ പറഞ്ഞ പോലെ മുട്ടുന്ന വാതിലുകൾ അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുന്ന സ്ഥലത്ത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നും വാട്ട് ഈസ് എ പ്രൊഡക്റ്റീവ് വേ ആ പിച്ച് ചെയ്യണം അത് ഞാൻ വർക്ക് ചെയ്തിട്ടേ ഞാൻ അപ്രോച്ച് ചെയ്യാറുള്ളൂ. ഞാൻ റാൻഡംലി ഒരു ഡയറക്ടറെ റൂട്ടിൽ കൂടെ, ഇപ്പോൾ എന്നോട് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സും ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ പനമ്പള്ളിയിൽ നിൽക്കുമ്പോൾ പല ഡയറക്ടേഴ്സും ആക്ടേഴ്സും ഒക്കെ ഇങ്ങനെ പാസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്നോട് പറയുന്നത് പോടാ പോയി സംസാരിക്കുക ചോദിക്കുക, ഞാനത് ചെയ്യാറില്ല. കാരണം എനിക്കറിയാം അങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവിടെ നടക്കൂല. ഇപ്പം ഞാനൊരാളോട് ചാൻസ് ചോദിക്കുന്നുണ്ടെങ്കിലും എൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിനുള്ള മേക്ക് സ്പേസ് ഉണ്ടാക്കി ഞാനത് വർക്ക് ചെയ്ത് അതിൻ്റെ പ്രീവിയസ് പരിപാടികളൊക്കെ ഇങ്ങനെ ചോദിക്കണം, ഇങ്ങനെ സംസാരിക്കണം, ഇത് കാണിക്കണം, ഈ വർക്ക് കാണിക്കണം, ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഞാൻ അപ്രോച്ച് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് വലിയ റിജക്ഷൻസ് ഒന്നും ഉണ്ടായില്ല. എന്നാലും ആളുകൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. റിജക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല നീ ഇല്ല എന്നല്ല കേട്ടോ, നമുക്ക് നോക്കാം ശരിയാക്കാം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്യൂവൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ചോദ്യത്തിലുള്ള ഒരു സെൻറ്റൻസ് ശരിക്കും ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ എറണാകുളത്ത് താമസിക്കുന്ന ഫ്ലാറ്റിൽ എൻ്റെ ചുമരിലൊരു സ്റ്റിക്കർ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, വാൾ സ്റ്റിക്കർ. ഞാൻ ആ ഫ്ലാറ്റ് എടുത്തതിന് ശേഷം ഫസ്റ്റ് ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ ഒരു ഫർണിച്ചറുള്ള അൺഫർണിഷ്ഡ് ഫ്ലാറ്റ്, ഞാനൊരു പുൽപ്പായും മാത്രമേ ഉള്ളൂ കുറച്ച് കാലം അവിടെ. ഞാൻ ആദ്യമായിട്ട് ആ ഫ്ലാറ്റിൽ ചുമരിൽ ഒട്ടിച്ചത് ഈ സ്റ്റിക്കറാണ്. ഒരു ക്ലാപ്പ് ബോർഡിൻ്റെ ഒരു വലിയ ചിത്രം, അതിൻ്റെ കൂടെ വെൻ യു തിങ്ക് ഓഫ് ക്വിറ്റിംഗ് തിങ്ക് അബൌട്ട് വൈ യു സ്റ്റാർട്ടഡ്. ആ കോട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് ഒരു കണക്കിന് എൻ്റെ ഫ്യൂവൽ. കുറേ കാലം ഞാനതൊന്നും ഡെയിലി എന്ന് വായിക്കും. ഈ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ ക്രൈസിസ്, ആളുകൾ ഇങ്ങനെ ജോലി വിട്ടിട്ട് വന്നതിൻ്റെ സാധനങ്ങൾ ഇങ്ങനെ പറയണം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിർത്തണോ വേണ്ടയോ എന്നുള്ള തോന്നൽ വരുമ്പോൾ ഞാനിതിങ്ങനെ വായിക്കും. അപ്പോഴാണ് ഞാനിങ്ങനെ എന്തിനായിരുന്നു ഞാനത് ചൂസ് ചെയ്തത്, ഞാനൊരു ജോലി എന്തിനാണ് വിട്ടത്. അപ്പോൾ അത് ഭയങ്കര ഒരു എനർജൈസിങ്ങാണ്. പിന്നെ നമ്മൾ ഈ സിനിമ കാണാത്തൊരു ദിവസം എൻ്റെ ലൈഫിലില്ല, ഒന്നല്ലെങ്കിൽ ഒരു സിനിമ കാണാത്ത ദിവസമില്ല. ഈ സിനിമ കാണുന്തോറും അതെൻ്റെ സ്ഥലമാണ്, ഞാൻ അവിടെ എത്തണം എന്നുള്ളൊരു ക്രൈവ് ഉണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഫ്യൂവൽ, അതിൻ്റെ ഡിറ്റർമിനേഷനാണ് ഫ്യൂവൽ. ഓക്കെ, ഈ നമ്മളിപ്പോൾ ഈ ഫ്യൂവലിനെ പറ്റി സംസാരിച്ചു. അത് കൂടാതെ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, നമ്മൾ പണ്ട് തൊട്ടേ പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകൾക്ക് പൗലോകയിലൂടെയൊക്കെ വാക്കുകളുണ്ടല്ലോ, എൻ്റെ യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കും, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വലൈസേഷൻസ് എങ്ങനെയായിരുന്നു, അത് എത്ര നാൾ മുമ്പ് തുടങ്ങിയിട്ടുണ്ട്? ലൈക്ക് ചിലർ ആസിഫിക്കൊക്കെ പറയാറുണ്ട്, ഞാൻ അവാർഡ് വാങ്ങുന്നതൊക്കെ ഞാൻ എന്നേ സ്വപ്നം കണ്ടതാണ്, ബെസ്റ്റ് ആക്ടർ അവാർഡ്. ഉറപ്പായിട്ടും അല്ല, ഇത് ഈ സൈമ അവാർഡ്, ഇത് ബേസിക്കലി സ്പീക്കിംഗ് നമ്മൾ ഈ ടി വിയിൽ ഇത് കാണുമ്പോൾ, ഈ അവാർഡ് ഷോ കാണുമ്പം ഏതൊരു അഭിനയമോഹിയും ഇല്ലെങ്കിൽ ഇത് ഡിറ്റർമൈൻഡ് ആയിട്ട് നടക്കുന്ന ആളുകളുടെ മൈൻഡിൽ നമ്മളവിടെ കണ്ടുപോകും. അത് ആസിഫ്ക്ക് എല്ലാ ആക്ടേഴ്സും പറയണത് അതുകൊണ്ടാണ്. ഇത് ഞാനടക്കം ആരായാലും ഇപ്പം എന്നെപ്പോലെ സിനിമാ മൂവികളായി നടക്കുന്ന ആളുകളോട് ചോദിച്ചാലും അറിയാം, ഇവർ സ്റ്റേജിൽ കയറി പോണത് കാണുമ്പോൾ നമ്മൾ കയറി പോണതായിട്ട് ആലോചിക്കും, നമ്മൾ സംസാരിക്കുന്നതായിട്ട് ആലോചിക്കും. ഈ സിനിമകൾ കാണുമ്പോൾ ചില ക്യാരക്ടേഴ്സ് അല്ല, എല്ലാ സിനിമയിലും ഏതെങ്കിലും ഒരു ക്യാരക്ടർ കാണുമ്പോൾ ഇത് ഞാനായിരുന്നു ചെയ്തിരുന്നതെങ്കിൽ ഇതൊരു ബേസിക് പ്രോസസ്സാണ്. അതിന് മാനിഫെസ്റ്റേഷൻസ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, കാരണം അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെ അവാർഡ് എനി ക്യാൻ ഹാപ്പൻ, പക്ഷേ ഞാൻ ഇതും ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ പോലെ സിനിമകൾ കാണുമ്പോൾ ഈ ക്യാരക്ടർ ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തേനെ, അങ്ങനെ ചെയ്തേനെ, ഞാനതൊക്കെ മിമിക് ചെയ്ത് പറയുകയും ചെയ്യും. ഈ ഡയലോഗ് ഞാൻ ഇങ്ങനെ പറഞ്ഞേനെ. മാനിഫെസ്റ്റേഷൻസ് അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സിനിമയിലൊന്നും ചെയ്യാറില്ല, കാരണം ഐ ബിലീവ് ഇൻ ഹാർഡ് വർക്ക്. ഐ കനോട്ട് ബി എനിത്തിങ് ഡു ബൈ മാനിഫെസ്റ്റേഷൻ ഇൻ സിനിമ. കാരണം അത് അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമാണ്, അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രം എത്താൻ ആർക്കും പറ്റും. സിനിമയിൽ എത്തിപ്പെടാൻ ഇന്ന് പണ്ടത്തെ പോലല്ല, എത്തിപ്പെടാൻ ഇന്ന് എളുപ്പമാണ് സിനിമയിൽ. പണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇന്ന് എല്ലാവർക്കും എത്തിപ്പെടാം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കുറച്ചൊരു വൈറലായ വീഡിയോ ഉണ്ടെങ്കിൽ യുവർ സിനിമ, ആ വീഡിയോ ക്വാളിറ്റി ഉള്ളതാണോ, ആ വീഡിയോയിൽ നിങ്ങൾക്ക് അഭിനയത്തിൻ്റെ ടാലൻ്റ് ഒന്നുമില്ല, ബിക്കോസ് യുവർ ഫേസ് ഇസ് നീഡഡ് ഫോർ ദി മാർക്കറ്റിംഗ് ഓഫ് ദാറ്റ് മൂവി. സോ അങ്ങനെ എത്ര ആൾക്കാർ നമ്മൾ സിനിമയിൽ കാണും. അപ്പോൾ എത്തിപ്പെടാൻ എളുപ്പമാണ്. സിനിമയിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുള്ള ആളുകൾ മുഴുവൻ ഈ പറഞ്ഞ പോലെ ഹാർഡ് വർക്ക് ചെയ്തവരും അത് അത്രയും ഡിറ്റർമിനേഷനോട് കൂടി കണ്ടിട്ടുള്ളവരുമാണ്. അതുകൊണ്ട് സിനിമയിലെത്തുന്നതിന് ഞാൻ ഒരിക്കലും മാനിഫെസ്റ്റ് ചെയ്യണമെന്നുകൊണ്ട് എനിക്ക് എത്തൂല എന്ന് പറയും. ലൈഫിൽ വേറെ പല കാര്യങ്ങളും ഏതെങ്കിലും പിള്ളേരെ കാണുമ്പോൾ ഇവർ നാളെ തന്നെ നോക്കണം, ആ മാനിഫെസ്റ്റേഷനൊക്കെ ഉള്ളൂ. അല്ലാതെ സിനിമ ഒരിക്കലും ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് കയ്യിലാക്കാമെന്ന് ഞാൻ ഒരിക്കലും അതിമോഹിച്ചിട്ടില്ല. ശരി. അപ്പോൾ എനിക്ക് ഒരു കാര്യം, ഇപ്പോൾ സംസാരത്തിലുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അതായത് ഡോക്ടർ എന്നൊരു വലിയ പദവി ഒരുപാട് മനുഷ്യർ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പഠിച്ച് നേടാൻ എല്ലാവർക്കും കഴിയാത്ത ഒരു സംഭവമാണ്. അത് നേടി ദെൻ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട്
ഒരുപാട് സ്ട്രഗിളുള്ളൊരു വഴിയെ തിരഞ്ഞെടുക്കുമ്പോഴും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ക്ലിയർ ആണ്, ആ ഒരു കാവിങ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അപ്പോഴും ഇത് മാറ്റി വെച്ചിട്ട് എൻ്റെ ഇൻകത്തിനൊരു സോഴ്സായിട്ട് ഒരു സബ്ബായി പോലും ഇതിനെ കാണാതെ കംപ്ലീറ്റ്ലി ഇതിലേക്ക് ഇടാം എന്ന് ഒരു തോട്ട് എന്തായിരുന്നു? അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ഡൈവേർഷൻ ചിന്ത വന്നിട്ടുണ്ടോ? ഡൈവേഴ്ഷൻ ചിന്ത സ്വാഭാവികമായിട്ടും വന്നില്ലേ, കാരണം പട്ടിണിയാകുമ്പോഴാണല്ലോ ഡൈവേഴ്ഷൻ ചിന്ത. ഞാൻ ജോലി വിടുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം സോഴ്സ് ഓഫ് ഇൻകം എന്താവും, ഇല്ലെങ്കിൽ ഞാൻ ജോലി വിട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇത് മുന്നോട്ട് പോകാന്നുള്ള തോട്ടൊന്നും ഇല്ലായിരുന്നു. ഞാനത് ചിന്തിച്ചിട്ടേ ഇല്ല. എന്തായാലും മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ തന്നെ. പക്ഷേ അപ്പം എനിക്ക് കുറച്ച് ഫൈനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടായിരുന്നു, ലൈക്ക് കുറച്ച് PF വിഡ്രോ ചെയ്തതും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഞാൻ നിന്നത്. പക്ഷേ ഈ പൈസ കയ്യിൽ നിന്ന് തീർന്ന് തുടങ്ങിയപ്പോൾ ഉള്ള ഒരു സ്റ്റേജിൽ എന്ത് ചെയ്യണം, കാരണം ഈ ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയ ഒക്കെ അപ്പോഴും എൻ്റെ പാത്ത് മാത്രമാണ്. ദാറ്റ് ഈസ് നോട്ട് വെയർ ഐ എം സപ്പോസ് ടു ബി. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഇൻകംസിൽ ഞാൻ ഇപ്പോഴും ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ എന്നല്ല, ഞാൻ അതിനൊരു എൻ്റെ ഒരു സോഴ്സ് സപ്പോർട്ടായിട്ട് ഞാൻ കാണുന്നില്ല ഇപ്പോഴും. അതൊരു ബോണസ്. ഈ പറഞ്ഞ പോലെ ജീവിക്കാനുള്ള പൈസ അവിടെ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഇത് മുന്നോട്ട് പോകണം. ഇനിയിപ്പോൾ അതില്ലായിരുന്നെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ഫാമിലി, ഇവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തേനെ. ഇനിയിപ്പോൾ ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വല്ല പണിയെടുത്തിട്ടാണെങ്കിലും ഞാൻ മുന്നോട്ട് പോയേനെ. കാരണം എനിക്ക് അവിടെ എത്തുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന സാധനം ഭയങ്കര ഒരു ധൈര്യം തരുമെന്ന്. അതെനിക്ക് എങ്ങനെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നറിയില്ല. ആ ഒരു സാധനം ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ നമ്മൾ വലിയ വലിയ റിസ്ക്കുകളൊക്കെ എടുത്തു പോകും അറിയാതെ. കാരണം നമ്മൾ മുന്നിൽ എപ്പോഴും ആ ഒരു സാധനം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഞാൻ സിനിമയിലെത്തുന്നു, അഭിനയിക്കുന്നു. ആലോചിച്ച് ചോദിക്കുക, ഞാൻ ഈ പറഞ്ഞ സേക്രഡ് ഹാർട്ട് സ്കൂളിൽ പഠിച്ച, കാപ്പുംകുന്ന് സ്കൂളിൽ നിന്ന് സേക്രഡ് ഹാർട്ടിലെത്തി, പിന്നെ ബാംഗ്ലൂർ ആയുർവേദ കോളേജിൽ പഠിച്ച് വന്ന ഞാൻ ഇന്ന് 4 സിനിമയിൽ അഭിനയിച്ച് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം, ഓണസ്റ്റ്ലി. ഇപ്പോൾ ആഷിഖ് ബ്രോനോട് ഇത് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഞാൻ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാനിപ്പോൾ അഭിനയിച്ചു. എങ്ങനെ? അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോഴും ഡൈജസ്റ്റ് ചെയ്യാത്തൊരു ഫാക്ടറാണ്. ആൾക്കാർ പറയുമ്പോഴേ ഞാനത് ചിന്തിക്കാറുള്ളൂ. 4 സിനിമ അതായത് ഞാൻ എത്തിയല്ലോ, ഹാപ്പി അല്ലേ? പിന്നെ വേറെന്ത് വേണം. ശരിക്കും തല്ലുമാലയാണ് ജീവിതത്തിൽ സംഭവിക്കുന്ന ആദ്യത്തെ സിനിമ അല്ലേ? തല്ലുമാലയാണ്. തല്ലുമാല ശരിക്കും ജീവിതത്തിലേക്ക് വരുന്നത് ആരാണ് ആദ്യം വിളിക്കുന്നത്? എന്താണ് തല്ലുമാലയുടെ പ്രോസസ്സ്? എങ്ങനെയാണ് തല്ലുമാലയുടെ പ്രോസസ്സ്? ഞാൻ ഇതിന് മുന്നത്തെ ഇന്റർവ്യൂവിലും പറഞ്ഞൊരു സംഭവം, ഞാൻ ഒരു ടെഡ് ടോക്കിലും പറഞ്ഞൊരു സംഭവമാണ്. അതായത് ബേസിക്കലി അത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെ വന്നതാണ്. ഞാനൊരു ദിവസം ഒരു ലൈവ് പോയി. ഈ ലൈവ് പോയപ്പം ഒരു റാൻഡം ആളെന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇക്ക മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തരുന്നില്ല, എത്ര മെസ്സേജ് അയച്ചു? ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ തന്നിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ വാക്ക് പാലിക്കാൻ വേണ്ടി ഞാൻ അന്നിരുന്നിട്ട് കുറേ മെസ്സേജസിന് റിപ്ലൈ കൊടുത്തു, കുറേ മെസ്സേജസ്. അപ്പം അതിലൊരു മെസ്സേജ് ഒരു പെൺകുട്ടീൻ്റെ, ഒരു റൈന എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി, റൈന അലി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കുട്ടീൻ്റെ കുറേ മെസ്സേജുകളുണ്ട്, ഹായ്, ഹലോ 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 ഹലോ, ഭയങ്കര മെസ്സേജ്. അപ്പോൾ ഞാനിതിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഈ കുറേ മെസ്സേജും ഉണ്ട്, ഒരു സ്ക്രീൻ റെക്കോർഡറും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ സ്ക്രീൻ റെക്കോർഡർ ഓപ്പൺ ആക്കി നോക്കുമ്പം ഇത് ഈ കുട്ടിയും ഖാലിദ് റഹ്മാൻ സാറും തമ്മിലുള്ളൊരു ചാറ്റാണ്. അപ്പോൾ ഈ പുള്ളിക്കാരി എൻ്റെ പ്രൊഫൈൽ അയച്ചു കൊടുത്തിട്ട് തല്ലുമാല അനൗൺസ് ചെയ്ത സമയം, അപ്പോൾ നിങ്ങളെ സിനിമയിൽ ഇയാൾക്ക് എന്തെങ്കിലും ഒരു ചാൻസ് കൊടുക്കും, ഇയാൾ ഡോക്ടറാണ്, ഇയാൾ ജോലിയൊക്കെ കളഞ്ഞു വന്നു, ഭയങ്കരമാണ്. അപ്പോൾ ഈ ഖാലിദ് റഹ്മാൻ സാർ തിരിച്ചയച്ച ഓഡിയോ, അത് ഇയാൾ ആരാണ്, ഇയാൾക്ക് വേണ്ടി ചറപറ റെക്കമെൻഡേഷൻ ആണല്ലോ, ഇയാൾക്ക് വേണ്ടി ചറപറ റെക്കമെൻഡേഷൻ ആണല്ലോ, അതും കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്ന്. എനിക്ക് തന്നെ ഇപ്പം പല സ്ഥലത്തുനിന്നും മെസ്സേജ് വന്നല്ലോ, ഇയാൾ ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഈ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണ് അതുകൊണ്ടാണ് വരുന്നത്, ഇയാൾ ഭയങ്കര, എന്നാൽ അയാളോട് എന്നെ ഒന്ന് കാണാൻ പറ, അയാളെ നമ്പർ എനിക്കൊന്ന് താ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിക്ക് എൻ്റെ നമ്പറൊന്നും ഇല്ലല്ലേ, ഇതറിയാനാണ് ഈ കുട്ടി ഇങ്ങനെ മെസ്സേജ്. അങ്ങനെ ഞാൻ നമ്പർ കൊടുത്തു. അങ്ങനെ എന്നെ ഫസ്റ്റ് റഹ്മാനിക്കാൻ്റെ അസോസിയേറ്റ് നഹാസ് നാസർ ആണ് വിളിക്കുന്നത്, ഈ അഡിയോ സമൂഹൻ്റെ ഡയറക്ടർ. അവരെല്ലാവരും കൂടെ ഒന്നിച്ചുള്ളപ്പം എന്നെ വിളിച്ചിട്ട് കണ്ണൂരിൽ നിന്ന് വിളിച്ചിട്ട്, നീ അവിടെ കൊച്ചിയിലാണ്, അപ്പം എന്നോട് നാളെ രാവിലെ എത്താൻ പറ്റുമോ, കണ്ണൂർ എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ വെളുപ്പിന് കയറി പോണതാണ്. അപ്പം അന്നവിടെ ഞാൻ ചെന്നപ്പോഴും റഹ്മാനിക്ക് എന്നോട് ചോദിച്ച സംഭവം ഇതാണ്, നിനക്ക് വേണ്ടി ഇതിന് മാത്രം, അതും ഫുള്ള് പെമ്പിള്ളായിരുന്നു. അതെന്താണ് എൻ്റെ കുട്ടൻസ് എന്ന് അറിയാനാണ് തന്നെ ഞാൻ വിളിച്ചത്. ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇക്കാ തല്ലുമാലയിൽ എന്തെങ്കിലും ഒരു സാധനം, ഞാൻ അതിന് വിളിച്ചത് ഇതൊന്നറിയാൻ. ഈ പെമ്പിള്ളാരിങ്ങനെ നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നതിന്റെ കാരണം അതെ. ഞാൻ പറഞ്ഞ വേറും കഴിവ്, വെറും ടാലന്റ്, അങ്ങനെയാണ് തല്ലുമാല വരുന്നത്. ശരി. അപ്പോഴും ഈ തല്ലുമാലയിൽ കോൾ വന്നപ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ആരെയാണ് ആദ്യം വിളിച്ചു പറഞ്ഞത്? തല്ലുമാലയെന്ന് ഞാൻ പറഞ്ഞേ, ഫസ്റ്റ് കോള് വരുന്നത് ഈ കോളാണ്. അതെന്നെ തല്ലുമാലയിൽ അഭിനയിപ്പിക്കാനല്ല, റഹ്മാനിക്ക് എന്നൊന്ന് കാണാൻ വേണ്ടി വിളിച്ചു. ഞാൻ പോയി കണ്ടു, സംസാരിച്ചു. ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ഒരു ചാൻസ് മറ്റേ പരിപാടി എങ്ങനെയെങ്കിലും അതാണ്. അപ്പം പറഞ്ഞാൽ അതിലെ മെയിൻ ക്യാരക്ടേഴ്സൊക്കെ ഫുള്ളായി, നിനക്ക് മെയിൻ തരണ്ടേ ഇല്ല, നിന്റെ ആരാധികമാരെന്നോട് ചൂടാ, അങ്ങനെ തന്നെ പറഞ്ഞു പുള്ളി. അപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാടാന്ന് പറഞ്ഞ് വിട്ടുള്ളൂ. അപ്പോൾ അപ്പോഴും ഇതൊരു ഷുവർ അല്ല. തല്ലുമാല സിനിമയിൽ ഞാൻ ഉണ്ടെന്ന് ഉറപ്പ് വരുന്നത് എൻ്റെ ഷൂട്ട് നടക്കുന്നതിൻ്റെ തലേന്ന് വൈകുന്നേരം ഹരിത എന്ന് പറഞ്ഞിട്ടൊരു അസിസ്റ്റൻ്റ് ഉണ്ട്. പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട്, ഭാഷിതല്ലേ ആ നാളെ കേട്ടോ ഷൂട്ട്, കൊച്ചിൻ കോളേജിലാണെന്ന് പറയുമ്പോഴാണ് ഞാൻ അങ്ങനെയാണ് ശരിക്കും തല്ലുമാല. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ ചോദിച്ച പോലെ
എന്തോ ആ ഒരു വീക്കിൽ ഐ വാസ് ടോട്ടലി ഡൗൺ. വേറെ എന്തൊക്കെയോ ഇഷ്യൂസ് സംഭവിച്ചിട്ട്. കാരണം ഈ തല്ലുമാല ഷൂട്ട് തുടങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട്. കോഴിക്കോട് ഷെഡ്യൂൾ കഴിഞ്ഞു, പൊന്നാനി ഷെഡ്യൂൾ കഴിഞ്ഞു, കണ്ണൂർ ഷെഡ്യൂൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ കണക്കിന് ഇത് കഴിഞ്ഞു, ഇനിയില്ല. അപ്പോൾ ഒന്നത് പോയി. അപ്പോൾ ഞാനിങ്ങനെ ഈ സ്റ്റിക്കി നോട്ടൊക്കെ എഴുതി ഒട്ടിച്ച് വെക്കുമായിരുന്നു, തല്ലുമാല വരാൻ സാധ്യതയുണ്ട്. സത്യം, ആ സ്റ്റിക്കി നോട്ട്സ് ഇപ്പോഴും ഉണ്ട് എൻ്റെ ഫ്ലാറ്റിൽ. അതേപോലെ ഏതെങ്കിലുമൊക്കെ ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്ത് സംസാരിച്ചിട്ട് അവർ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന ഡയറക്ടർ നോക്കാം, അതൊക്കെ ഉണ്ട്. അപ്പം അതിൽ ഓരോന്നോരോന്ന് ഇങ്ങനെ ഇല്ലാതാവുമ്പോൾ ആ ഒരു വീക്ക് ഭയങ്കര ഡൗൺ ആയിരുന്നു ശരിക്കും. അങ്ങനെ ഭയങ്കര ഒരു ഡൗൺ ആയി നിൽക്കുന്ന ഒരു സമയത്താണ് എനിക്ക് ഈ കോൾ വരുന്നത്. ഭയങ്കര ലിഫ്റ്റിംഗ് ആയിരുന്നു അത്. അപ്പം ഫസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു, ഫ്രണ്ട്സിനെ വിളിച്ചു പറഞ്ഞു, നല്ല മലയെന്ന് വിളിച്ചു. അപ്പോൾ പറയണവരൊക്കെ ഈ സ്ഥിരം പറയുന്ന പരിപാടി തന്നെ പറഞ്ഞത്, ആരോടും ഇപ്പം ഒന്നും പറയണ്ട, ഇത് വരട്ടെ, സിനിമൻ്റെ കാര്യമാണ്. കാരണം ഈ നമ്മളെ കലാഭമണി ചേട്ടൻ്റെ ഒക്കെ എക്സ്പീരിയൻസുകൾ നമുക്കറിയാം. അപ്പം ആ എക്സൈറ്റ്മെൻറ്റ് ശരിക്കും തല്ലുമാലയെ ഞാൻ ഉണ്ട് എന്ന് പറയുന്ന കോൾ അതാണ്. ഓക്കെ, തലേന്ന് വരുന്ന കോളാണ്. ഓക്കെ. ഇപ്പോൾ റോണി കുറച്ചുകൂടെ സ്പെഷ്യൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീബാലയില് അത് ശരിക്കും ആദ്യം ആരാണ് വിളിക്കുന്നത്? അഭിലാഷ് ചേട്ടനാണ്. അഭിലാഷ് ചേട്ടനായിട്ടുള്ള കണക്ഷൻ ഉണ്ട്. അതെ, അഭിലാഷ് ചേട്ടൻ ഈ പറഞ്ഞ പോലെ ഞാൻ നൈറ്റ് ഡ്രൈവ് കണ്ട ശേഷം ഞാൻ അഭിലാഷ് ചേട്ടന് മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ അതിൽ സിനിമയിൽ ഒരു പെർട്ടിക്കുലർ പോർഷനെ പറ്റി ഒരു സംശയം ചോദിക്കാൻ അയച്ചതാണ്. അഭിലാഷ് ചേട്ടാ ഇത് എന്തായിരുന്നു, എനിക്കൊന്നും പരിചയമൊന്നുമില്ല, ഹായ് സാർ അങ്ങനെ ചോദിച്ചത്. അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് അതിനൊരു എക്സ്പ്ലനേഷൻ തോന്നി, അത് നോട്ട് ചെയ്തൂലേ, അതിങ്ങനെ ഇങ്ങനെയായിരുന്നു പരിപാടി എന്ന് പറഞ്ഞ സംഭവം. അപ്പം ഞാനിങ്ങനെ സാർ എൻ്റെ പേര് ബാഷിദ് എന്നാണ് അങ്ങനെ എങ്ങനെയാണ് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ എനിക്കൊരു ഓഡിയോ വെച്ചു, എടാ നിൻ്റെ ഒരു 3 വീഡിയോ എങ്കിലും എൻ്റെ ഗാലറിയിൽ ഇപ്പം ഉണ്ടാവും. ലോക്ക്ഡൗൺ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ റിഫ്രഷ്മെൻറ്റ് തന്ന വീഡിയോസ് നിൻ്റെതാണ്. ഞാൻ വേണമെങ്കിൽ എനിക്ക് ഇപ്പോൾ കാണിച്ചു തരാം, എൻ്റെ ഗാലറിയിൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിൻ്റെ വീഡിയോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ അഭിലാഷോട്ടാണോ, ഞാനത് അറിയുമല്ലോ, ആടാ നീ ഭയങ്കര ടാലൻറ്റഡ് അല്ലേ, ഉറപ്പായിട്ട് നമുക്ക് എന്തായാലും ഒന്നിച്ചൊരു പരിപാടി ചെയ്യാട്ടോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ട് പിന്നെ ഞാൻ കൊച്ചിയിൽ നിന്ന് ഞാൻ കാണാൻ വരട്ടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ മീറ്റ് ചെയ്തു. അഭിലാഷേട്ടൻ ഒരു വട്ടം മീറ്റ് ചെയ്തു. പുള്ളി ഭയങ്കര ഒരു പ്യുവർ സോളാണ്, ഒരു എന്താ പറയുക, പച്ചയായ മനുഷ്യൻ. അയാളെ മൂപ്പരെ നോക്കിയാലും അറിയാലോ, അങ്ങനെ ഒരു മനുഷ്യനാണ്. അത് വാസ് എ വെരി ബ്യൂട്ടിഫുൾ സോൾ. അപ്പം പുള്ളിനോട് സംസാരിച്ചു. ഭയങ്കരമായിട്ട് ഒരു ചേട്ടൻ ബന്ധം നമുക്ക് എല്ലാവർക്കും കൊടുക്കും, എനിക്ക് മാത്രമല്ല. അഭിലാഷേട്ടനോട് ഒരു പ്രാവശ്യം സംസാരിച്ച് എല്ലാവർക്കും പുള്ളിക്കാരൻ ഒരു ചേട്ടൻ വൈബേ കൊടുക്കുള്ളൂ. അങ്ങനെ സംസാരിച്ചു. പിന്നെ കുറേ ഒരു വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്നൊരു പ്രാവശ്യം വിളിച്ചിട്ട്, ഭാഷ നീ ഇവിടെ ഞാൻ വന്നത്, ഇങ്ങനെ ഫ്ലാറ്റിലുണ്ട്, എടാ ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിനക്ക് ഞാനതിലൊരു നല്ല ക്യാരക്ടർ തരാം, നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് ഞാനെന്തിനാ ഈ പണിയും തുണിയും കളഞ്ഞോടെ. അപ്പം പറഞ്ഞു എന്നോട്, പക്ഷേ നീ ത്രൂ ഔട്ട് കൂടെ നിൽക്കണം, നീ ജസ്റ്റ് ഒന്ന് അഭിനയിച്ച് പോയാൽ മാത്രം പോരാ, എനിക്ക് നിൻ്റെ കുറേ ഇൻപുട്ടുകൾ വേണം, നീ ഒന്ന് കൂടെ നിൽക്കണം മൊത്തം എന്ന് പറഞ്ഞു. റെഡിയാണ് അഭിലാഷ് ചേട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നോട് കലൂർ IMA ആണ് ചെന്ന് കാണാൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഒരു വലിയ കട്ടി മീശയൊക്കെ വെച്ചൊരു പോലീസുകാരനെ പോലെ ഒരാളിങ്ങനെ ഇരിക്കുന്ന സോഫയിൽ, വിഷ്ണുവേട്ടൻ. അപ്പോൾ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഈ പുള്ളിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ 19-ാം നൂറ്റാണ്ടിലെ വില്ലനാണല്ലോ പുള്ളി. അപ്പം എനിക്ക് അന്നാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ആദ്യമായിട്ട്. അപ്പം അന്ന് ശരിക്കും ഇത് ആനന്ദ് ശ്രീബാല അല്ലായിരുന്നു, വേറൊരു പ്രൊജക്റ്റ് ആയിരുന്നു. അത് തുടങ്ങുന്നത് വേറൊരു പ്രൊജക്റ്റ് ആയിരുന്നു, ടോട്ടലി വേറൊരു ജോണർ പരിപാടി. അത് ഉണ്ട്, അത് പാരലലി വർക്ക് ആവുന്നുണ്ട്. അപ്പം അത് പിന്നെ ഞങ്ങളിരുന്ന് പിന്നെ ഇവർ എന്നെ എഴുത്തിൻ്റെ പ്രോസസ്സിലൊക്കെ അഭിലാഷേട്ടനെ ഇരുത്തി കൂടെ, ലൈക്ക് കാരണം അഭിലാഷേട്ടൻ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ അഭിലാഷേട്ടൻ ഒരു ഡയലോഗ് എഴുതും. അപ്പം ഞാൻ ഈ മിമിക്രിയും പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം എന്നോട് പറയും, എടാ ഇത് ഇന്ന ആർട്ടിസ്റ്റാണ് ചെയ്യണമെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും പറയാമെന്ന് പറ. അപ്പം ഞാനിതിരുന്നിട്ട് ഇങ്ങനെ ആ ഡയലോഗ് ഇങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ അപ്പം ഭയങ്കരമായിട്ട് അഭിലാഷേട്ടൻ എന്നെ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ചില കാര്യങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ എനിക്ക് അവരുടെ കൂടെ വിഷ്ണുവേട്ടൻ്റെ അഭിലാഷേട്ടൻ്റെയും കൂടെ ഒരുപാട് ദിവസം ഒരു 10-60 ദിവസത്തോളം എനിക്ക് അവരുടെ കൂടെ ചെലവഴിക്കാൻ പറ്റും. ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് പരിപാടി. നോട്ട് ഓൺലി ആനന്ദ് ശ്രീബാല ഇസ് നോട്ട് എ മൂവി വേർ ഐ എം ജസ്റ്റ് ആൻ ആക്ടർ. എൻ്റെ സോൾ ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ എഴുത്തിൻ്റെ പ്രോസസ്സിൽ ഞാൻ അവരുടെ കൂടെ നിന്നിട്ടുണ്ട്. ഷൂട്ട് ഞാൻ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ പോയി അവിടെ നിന്നിട്ടുണ്ട്. ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സമയത്ത് പോകാൻ പറ്റുന്നിടത്തോളം ഞാൻ വിഷ്ണുവേട്ടൻ്റെ കൂടെ ഞാൻ വന്നോട്ടെ, വിഷ്ണുവേട്ട അതിൻ്റെ അടുത്ത് ഞാൻ വന്നോട്ടെ, ഇവിടെ ഞാൻ വന്നോട്ടെ, അങ്ങോട്ട് ചോദിച്ചിട്ട് ഞാൻ ചെന്നിട്ടുണ്ട്. അപ്പം ആനന്ദ് ശ്രീബാല ഓൾ ടുഗെദർ എനിക്കൊരു ആക്ടറായിട്ട് മാത്രമല്ല, മൊത്തത്തിൽ അതെൻ്റെ എൻ്റെ എന്താ പറയുക, ഒരു സോളിൻ്റെ ഒരു പാർട്ടായി കിടക്കുന്ന ഒരു സാധനമാണ് ശ്രീബാല. ഓക്കെ. ഇപ്പോൾ ഭാഷ്യത്തിൻ്റെ സിനിമയെ പറ്റി പറയുമ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഭാഷ്യത്തിൻ്റെ ആടുജീവിതം. ഭാഷ്യത്തിൻ്റെ ആടുജീവിതം ഒരു ടൈറ്റിലായിട്ട് ഞാൻ ശരിക്കും എന്താണെന്ന് പറയുക, എൻ്റെ മനസ്സിലേക്ക് ആടുജീവിതം. അപ്പോൾ ഈ ഭാഷ്യത്തിൻ്റെ ആടുജീവിതത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ ഇൻസ്പയർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് നിങ്ങളിൽ. അതായത് ഒന്ന് ഈ കൺസെപ്ച്വൽ ആർട്സ്, അതായത് ഒരു ആഡിനെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഭംഗിയായി ഭാവനാത്മകമായി ആളുകളിലേക്ക് കൊടുക്കുമ്പോൾ ആഡ് മാത്രമല്ല മനുഷ്യരുടെ മനസ്സുകൾ തമ്മിൽ കണക്ട് ആവും. അപ്പോൾ ഇവിടെ ഇപ്പൊ തസ്കരഭരണയം, ഞാൻ ലേറ്റസ്റ്റ് കണ്ട തസ്കരഭരണയാണ്. തസ്കരഭരണയത്തിൽ ഒരു നമ്മളൊരു ARM സിനിമ കണ്ട മൂഡാണ്. നമ്മളതിങ്ങനെ ഇങ്ങനെ വരുമ്പോഴാണ് അവസാനം ഒരു സാനിറ്ററി വെയറിന്റെ പരസ്യമാണല്ലോ, പക്ഷെ എന്താ സ്റ്റിൽ ആ ബ്രാൻഡ് നമ്മുടെ.
സോ എന്താണ് ഇതിന്റെ ഒരു പ്രോസസ്സ്? ഇത് കംപ്ലീറ്റ്ലി ബ്രോ തന്നെ ചെയ്യുന്നതാണോ? അതെ, അതിന്റെ എഴുത്താണെങ്കിലും ശരി, അതിന്റെ കൺസെപ്റ്റ് ആണെങ്കിലും അതിന്റെ എന്താ പറയുക ആക്ടേഴ്സിനൊക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെ, ഇതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെ? ഇത് ബേസിക്കലി ഞാൻ പറഞ്ഞത് നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു സർവൈവൽ സ്റ്റേജിൽ ആണ് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ലൈക്ക് എന്തുകൊണ്ട് ആഡ്സ് ചെയ്തുകൂടാ. ഞാൻ ആദ്യം നോ പെയ്ഡ് പ്രൊമോഷൻസ് ആൻഡ് കൊളാബറേഷൻസ് ബയോയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്. കാരണം എനിക്കത് അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവാൻ താല്പര്യമില്ലായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഇതെൻ്റെ പാത്ത് മാത്രമാണ് സിനിമയിൽ. പക്ഷേ ഈ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാതെ വന്നപ്പം, പുറകോട്ട് പോകണൊരു ഘട്ടം വന്നപ്പോൾ ഞാൻ ചിന്തിച്ചത്, ഞാനിപ്പോൾ കണ്ടന്റുകൾ ചെയ്യുന്നതാണ് ആൾക്കാർക്ക് ഇഷ്ടം. ആ കണ്ടന്റിനെ തന്നെ എന്തുകൊണ്ട് എനിക്ക് ആഡായി പ്രസൻറ്റ് ചെയ്തുകൂടാ. അപ്പം അങ്ങനെ എനിക്ക് ഫസ്റ്റ് ഇംഗ്ലീഷ് കഫേ ആണ് എനിക്ക് ആദ്യമായിട്ടൊരു ആഡ് വരുന്നത്. ഐ വാസ് സോ ഹാപ്പി ആൻഡ് ഐ എം സോ താങ്ക്ഫുൾ ടു ഹിം. അത് കുറേ മുന്നേ ഞാൻ ഫസ്റ്റ് ചെയ്ത ആഡ് ഇംഗ്ലീഷ് കഫേ ജൂനിയറിൻ്റെ ഒരു ആഡ്. അപ്പോൾ പുള്ളി ഷിബിൽ ആണ്. പുള്ളി ഭയങ്കര ഒരു ഷിബിൽ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഇന്നോവേറ്റീവ് പേഴ്സൺ ആണ്. ലൈക്ക് അയാൾ പുള്ളി ഭയങ്കരമായിട്ട് കോൺസെപ്റ്റുകൾ ഉള്ള, അല്ലെങ്കിൽ ഇന്നോവേറ്റീവായി ചിന്തിക്കുന്ന ആളുകളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യാനാണെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് എനിക്ക് വേണ്ടത്, അതിനാണ് ഞാൻ നിങ്ങൾ അപ്രോച്ച് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അതൊരു ഭയങ്കര ബൂസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഞാനിത് ചെയ്തു തുടങ്ങുന്നത്. അപ്പോൾ അതൊരു ഇൻകം സോഴ്സ് എന്നുള്ള രീതിയിലാണ് തുടങ്ങിയതെങ്കിലും ഇപ്പോൾ അറ്റ് ദി സ്റ്റേജ് തസ്കരപാരനെയും പിന്നെ ക്ലൂവിൻ്റെ കോളറും ഒക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ആടുജീവിതം എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലുള്ള ഡയറക്ടറിനെ പുറത്തേക്ക് കാണിക്കാനുള്ളൊരു വലിയ മീഡിയമാണ്. കാരണം അവിടെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ ഞാൻ ആഡിൽ നിന്ന് കിട്ടുന്ന പേയ്മെൻറ്റ്സിൻ്റെ ഒരു 80% ചിലവാക്കുന്നത് ഇതിൽ തന്നെയാണ്. പ്രോഫിറ്റുകളെ പറ്റി ഞാൻ കൂടുതൽ ചിന്തിക്കാറില്ല. കാരണം അവിടെ എനിക്കൊരു ഡയറക്ടർ എന്നുള്ള ലേബൽ എനിക്ക് തന്നത് ഈ ആഡുകളാണ്. കാരണം നമ്മൾ ഈ കണ്ടന്റുകൾ ചെയ്യുമ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ലൈറ്റ്സ് എടുക്കാനും എക്യുപ്മെൻറ്റ്സ് എടുക്കാനും ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഈ ആഡിൽ എനിക്ക് ആ ലിമിറ്റേഷൻ ഇല്ല. എനിക്ക് എന്ത് എക്യുപ്മെൻറ്റ് വേണമെങ്കിലും എടുക്കാം. പ്രോബ്ലംസ് എടുക്കുന്നു, മാക്രോ എടുക്കുന്നു, യൂണിറ്റ് വിളിക്കുന്നു, ലൈറ്റ് യൂണിറ്റ് വിളിക്കുന്നു. അപ്പോൾ ഈ പരിപാടികളൊക്കെ ചെയ്തിട്ടാണ് ഈ ആഡുകൾ ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് എ മിനി സിനിമ. അതെ, അപ്പം അതെ. അപ്പം ഞാൻ അത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആഡുകൾ എന്ന് പറയുന്നത് ഒരു ഡയറക്ടർ എന്നുള്ള സാധനം പ്രൊജക്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊരു വലിയ ടീം വർക്കാണ്. ഇപ്പോൾ ഇതിൽ എഴുത്തും ഡയറക്ഷനും പരിപാടികളും അഭിനയം ഞാനാണെങ്കിലും ഇതിൻ്റെ ക്യാമറ ചെയ്യുന്നത് പ്രവീൺ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, ഋഷി എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, പിന്നെ കിരണാണ് എൻ്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ. ഇവനാണ് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട്. ലൈക്ക് ഞാൻ എഴുതുന്ന കണ്ടന്റുകൾ ഞാൻ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഇവനോടാണ്. വെക്കുന്ന ഷോട്ടുകളെ പറ്റി ഞാൻ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ ഈ ഇൻസ്റ്റാഗ്രാം വഴി ഇവോൾവ് ആയ ആളുകൾ, അത് ആരും പുറത്തുനിന്ന് വന്നവരല്ല. പിന്നെ സന്ദീപ് ഉണ്ട്. സന്ദീപാണ് നമ്മളെ ഇപ്പം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പരിപാടികൾ. അവൻ ഖത്തറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അക്കൗണ്ടൻ്റ് ആയിട്ട്. എൻ്റെ ഫാനായിരുന്നു. ഇൻസ്റ്റാഗ്രാം വഴി ഫാനായവൻ ഞാൻ പണിയൊക്കെ നിർത്തിച്ചിങ്ങോട്ട് കൊണ്ടുവന്നതാണ്. നീ ഇവിടെ നിന്നാൽ മതി, നിനക്ക് പണി ഞാൻ തരാമെന്ന് പറയും. അപ്പോൾ ഇതൊരു വലിയ ഒരു ഫാമിലി പ്രോസസ്സാണ്. ഇതിൽ ഈ പറഞ്ഞ പോലെ അഭിനയിക്കുന്നവരായാലും എൻ്റെ ആഡുകളിൽ അധികം ഞാൻ അഭിനയിപ്പിക്കുക എൻ്റെ കൂടെ നിൽക്കുന്നവരെ തന്നെ ആയിരിക്കും അധികം. കാരണം ഈ അഭിനയമോഹം കൊണ്ട് എൻ്റെ അടുത്ത് വന്ന കുറേ ആൾക്കാരുണ്ട്. ഒരിങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോൾ ഞാൻ ചെയ്യാം, അത് ഞാൻ ചെയ്യാം, ഇല്ല ഇതിൻ്റെ ആർട്ട് ഞാൻ ചെയ്യാം, ഇതിൻ്റെ പരിപാടി അങ്ങനെ ചെയ്ത് കുറേ ആൾക്കാർ. അവർ കുറേ ശിവകുമാർ, സച്ചിൻ, ഇവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ നമ്മൾ ഒരുപാട് അഭിനയിപ്പിക്കും. പ്ലസ് ഈ പറഞ്ഞ പോലെ അഭിനയം മോഹികളായിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ സിനിമയിൽ എങ്ങനെ കാണുന്നോ അതേപോലെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എൻ്റെ വർക്കുകളിൽ അഭിനയിക്കുക എന്ന് കാണുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രൈം ഉദ്ദേശം. കാരണം എന്നെക്കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഈ ആട് ജീവിതം എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഇൻകത്തിനേക്കാളുപരി ആസ് എ റൈറ്റർ, ആസ് എ ഡയറക്ടർ ആൻഡ് ആസ് എ ക്രിയേറ്റീവ് പ്രസൻറ്റർ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ പറ്റും, ഈ ബ്രാൻഡിൻ്റെ എൻ്റെ വിഷനാണ് ആഷിഖ് ബ്രോ പറഞ്ഞത്. എൻ്റെ കണ്ടന്റുകൾ ആളുകൾ ഓർത്തിരിക്കുന്ന കാലത്തോളം ആ ബ്രാൻഡിന് ആളുകൾ ഓർത്തിരിക്കണം. ഇപ്പോൾ തസ്കരപാരണയം ARM പോലൊരു സിനിമ കണ്ടു ആഷിഖ് ബ്രോ. ഈ പരിപാടി ഓർത്തിരിക്കുന്ന ആളുകൾ ആ കാലാകാലം അത് പക്ഷേ കോർസ സാനിറ്ററി വെയറിൻ്റെ ആഡ്, ക്ലോസറ്റിൻ്റെ കോർസക്കാരുടെ ആഡ് ആയിരുന്നു എന്ന് തോന്നണം. ക്ലൂവിൻ്റെ കോളർ ഒരു ഡിറ്റക്റ്റീവ് വാൽമീകി, അത് എക്സ്പാൻഷൻ്റെ ആഡ് ആയിരുന്നു. അപ്പം ഇങ്ങനെ തോന്നണം. അപ്പോൾ അത് ഭയങ്കര ഒരു ഹുക്കാണെന്ന് എനിക്ക് തോന്നി. അപ്പം വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ക്ലയൻസ് എൻ്റെ അടുത്ത് വരാറുള്ളൂ. എൻ്റെ അടുത്ത് എല്ലാ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടും പ്രൊമോഷൻ ചെയ്യിക്കുന്ന ബ്രാൻഡ്സ് വരാറില്ല എല്ലാവരും. ഇതേപോലെ ഓക്കെ ഇവനെ കൊണ്ട് ജയിച്ചാൽ ഇതാണ് ഉപകാരം, ഇല്ലെങ്കിൽ കോൺസെപ്ച്വലി ബ്രാൻഡ് ഹാസ് ടു ഗോ ഇൻസൈറ്റ് എന്ന് വിചാരിക്കുന്ന ക്ലയൻസാണ് എൻ്റെ അടുത്ത് വരുന്നതും. എനിക്ക് അവരെയാണ് വേണ്ടതും. ഞാൻ എൻ്റെ ക്ലയൻസിനോട് ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ പറയണ ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള അഷ്യൂരിറ്റി കുറേ വ്യൂസോ എൻഗേജ്മെൻറ്റോ ബിസിനസ് കൺവേർഷനോ ഒന്നുമല്ല, അതൊക്കെ നിങ്ങളുടെ കാര്യമാണ്. മാർക്കറ്റ് ഇറ്റ് ദ വേ യു വോണ്ട്. ഞാൻ നിങ്ങൾക്ക് തരുന്ന പ്രൊഡക്റ്റ് ഒരാൾ കണ്ടാൽ അത് അയാളെ മനസ്സിലുണ്ടാവും. ആ കണ്ടൻറ്റ് മനസ്സിലുള്ള കാലത്തോളം ആ ബ്രാൻഡിൻ്റെ പേര് മനസ്സിലുണ്ടാവും. പ്ലസ് നിങ്ങൾ നാളെ നിങ്ങളെ കമ്പനിയിൽ ഒരു ഇൻവെസ്റ്ററെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു 10 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരാൾ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്ത കൊമേഴ്ഷ്യൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഞാൻ അവിടെ വെറുതെ ഒരു ഐഫോണിൽ കുറേ തമാശ പറയുകയോ ഡബിൾ മീനിങ് ജോക്കൊക്കെ വെച്ചൊരു കണ്ടന്റ് ചെയ്താൽ ചിലപ്പോൾ അതിന് മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടും, റീച്ച് കിട്ടും. ബട്ട് ഹൗ വിൽ യു ഷോ ദാറ്റ് ടു എൻ ഇൻവെസ്റ്റർ ഹു ഈസ് കമ്മിങ് ടു ഇൻവെസ്റ്റ്? ഇതാണ് ഞാൻ ചെയ്ത ആഡ്, ഇതാണോ എന്ന് അവർ ചോദിക്കും. അത് എൻ്റെ സാധനം കണ്ടാൽ ചോദിക്കൂല.
ലൈക്ക് ക്വാളിറ്റി സ്റ്റഫ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ഓൺലി അഷുറൻസ് ഐ ക്യാൻ ഗിവ്. ഓക്കെ. ഇപ്പോൾ കണ്ടന്റ് റൈറ്റിങ്ങിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ളിൽ ഒരു റൈറ്റർ ഉണ്ട് എന്ന് എനിക്കറിയാം, ഒരു ഡയറക്ടർ ഉണ്ട്, ഓഫ് കോഴ്സ് ഒരു ആക്ടർ ഉണ്ട് എന്നറിയാം. അപ്പോൾ ഈ റൈറ്റിംഗ് പെർസ്പെക്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിനിമ സംഭവിക്കുന്നത് പണ്ടത്തെ പോലെയല്ല. ഒരുപാട് ക്രിട്ടിക്കായ ഒരുപാട് ഓഡിയൻസിനെ ആണ് നമ്മൾ ഈ സംഭവം നമ്മുടെ ഔട്ട് കൊടുക്കുന്നത്. അവിടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അതൊന്നും എന്നും ഉള്ളതാണ്. പക്ഷേ ഇന്നതിനെ കൂടുതൽ ആളുകൾ വളരെ സജീവമായി നോക്കി കാണുന്നുണ്ട്. അപ്പോൾ ആസ് എ ക്രിയേറ്റർ ഇനി ഒരു സിനിമ എഴുതുന്ന സമയത്ത് ശരിക്കും ഈ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന ആളുകൾ വേറെ രീതിയിൽ ശരിക്കും യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ടേമിലാണോ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അല്ല, അത് ആനന്ദ് ശ്രീബാലയിൽ ഒരു ഡയലോഗ് ഉണ്ട്, അർജുൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. ഇപ്പോൾ വാട്ട് ഈസ് കറക്റ്റ് ഫോർ യു മേ നോട്ട് ബി കറക്റ്റ് ഫോർ മീ, സോ ഐ സ്ട്രോങ്ലി ഡിസഗ്രി ജനറലൈസിങ് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന് പറയുന്നത് അത് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ പെർസ്പെക്റ്റീവിലുള്ള ചില ശരികൾ ആഷിഖ് ബ്രോൻ്റെ പെർസ്പെക്റ്റീവിൽ ചിലപ്പോൾ തെറ്റുകളായിരിക്കും. അത് ശരിക്കും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആയി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. അതേസമയം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഈസ് റിയൽ. അങ്ങനെ സർട്ടൺ കാര്യങ്ങളിൽ നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റ് ആവുന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണ്. ആസ് ആൻ ഇൻഡിവിജ്വൽ, ആസ് എ റെസ്പെക്റ്റീവ് സിറ്റിസൺ, എൻ്റെ ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റിയാണ് ടു ബി പൊളിറ്റിക്കലി കറക്റ്റ്. കാരണം ഞാനൊരാളോട് വളരെ സമൂഹത്തിന് ദ്രോഹം ഉണ്ടാക്കണ, ഇല്ലെങ്കിൽ വ്യക്തിഹത്യകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റോ ഒരു കാര്യമോ ഞാൻ വളരെ ഗ്ലോറിഫൈ ചെയ്ത് പറയാൻ പാടില്ല. ഐ ഹാവ് ടു ബി പൊളിറ്റിക്കലി കറക്റ്റ്. പക്ഷേ കോളിങ് എവറിത്തിങ് ആസ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, അത് എൻ്റെ വ്യൂവിൽ ഞാനൊരു സാധനം കാണുന്നു, അതെൻ്റെ വ്യൂ ആണ്, എൻ്റെ കണക്കിന് ഇതാണ് ശരി. അത് ആഷിഖ് ബ്രോ അതിൻ്റെ ഓപ്പോസിറ്റ് സാധനം അഡ്രസ്സ് ചെയ്തോ ഗ്ലോറിഫൈ ചെയ്തോ പറയുമ്പോൾ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് ഞാൻ പറയാൻ പാടില്ല. ദാറ്റ്സ് അഗെയിൻസ്റ്റ് മൈ വിഷൻ എന്ന് എനിക്ക് പറയാം. ആ ഒരു വേർതിരിവ് മനസ്സിലുണ്ടെങ്കിൽ it's not that you have license to do whatever you want if you are a creator or a movie maker. At the same time, it's not that you can satisfy everybody with your work. രണ്ടാണ്. അപ്പോൾ ആ ഒരു മെച്യൂരിറ്റി വ്യൂവേഴ്സിന് ഉണ്ടാവണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതെനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ്. ദാറ്റ് ഡസൻറ്റ് മീൻ ഇറ്റ് ഈസ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ്. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ കാര്യങ്ങൾ ഉണ്ടില്ല എന്നല്ല. അപ്പോൾ അത് ഇപ്പം ആസ് എ ക്രിയേറ്റർ ഇപ്പോൾ അതിൻ്റെ എഴുത്ത് വഴികൾ എപ്പോഴെങ്കിലും എഴുതണമെന്ന് ആഗ്രഹിക്കുകയും പിന്നീട് കൈപിടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഞാൻ എഴുതണം എന്ന് ആഗ്രഹിക്കുന്നതും പറയണം എന്ന് ആഗ്രഹിച്ചതൊക്കെ എഴുതുകയും പറയുകയും ചെയ്ത ഒരുപാട്, അതായത് അനുഭവിക്കും എന്ന് ഉറപ്പുണ്ടായിട്ടും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അതൊന്നും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ചിലരുടെ വിഷനെതിരായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, അവരുടെ പെർസ്പെക്റ്റീവിനെതിരായ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അത് അവർ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാകും. ബട്ട് സ്റ്റിൽ ഐ ഡോണ്ട് ബിലീവ് ഞാൻ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ടച്ച് ചെയ്ത് പോയിട്ടുണ്ടാകും. പക്ഷേ ഐ നെവർ ഗ്ലോറിഫൈഡ്. അത് എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് പറയാൻ കാരണം അതുകൊണ്ട് തന്നെ ഇന്ന് വരെ ഞാനിട്ട ഒരു വീഡിയോയും ഞാൻ പിൻവലിച്ചിട്ടില്ല, ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല. ഒരുപാട് നെഗറ്റിവിറ്റീസ് വന്ന വീഡിയോസ് ഉണ്ട്, അതായത് നെഗറ്റീവ് ക്രിറ്റിസിസം വന്ന വീഡിയോസ് ഉണ്ട്. മാനിപ്പുലേറ്റീവായിട്ട് എൻ്റെ വീഡിയോസിനെ യൂസ് ചെയ്തവരുണ്ട്, റോസ്റ്റ് ചെയ്തവരുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും പിൻവലിച്ചിട്ടില്ല. കാരണം ഞാനതിൽ പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായ ബോധം എനിക്കുണ്ട്. തെറ്റുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പിൻവലിക്കും. അതിലൊരു മടിയില്ലാത്ത ആളാണ് ഞാൻ തെറ്റായിരുന്നു എന്ന് പ്രൂവ് ചെയ്യപ്പെട്ടാൽ ഞാൻ ഉറപ്പായിട്ടും. പക്ഷേ ഞാൻ ഈ ചെയ്ത ഒരു വീഡിയോയിലും ഞാൻ ഉദ്ദേശിച്ച സാധനം, എൻ്റെ ഉദ്ദേശശുദ്ധി കറക്റ്റ് ആണെങ്കിൽ ഐ ഡോണ്ട് മൈൻഡ് പീപ്പിൾ ഹൗ ദേ ആർ ഇൻറ്ററപ്റ്റിങ് ഇറ്റ്. നമ്മളെ കയ്യിലല്ലല്ലോ.